रघुपति राघव राजा राम पतित पावन सीताराम। 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 സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിൽ ഐതിഹാസികമായ ചരിത്രം രചിച്ചിട്ടുള്ള മണ്ണാണ് ശബരി ആശ്രമം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ച പുണ്യഭൂമിയാണിത്. ഈ പുണ്യഭൂമിയിൽ ശബരി ആശ്രമത്തിൽ ഗാന്ധിജി വന്നത് നാം ഓർമ്മിക്കുകയാണ്. ആദ്യമായി ഗാന്ധിജി വന്നത് 1925 നമുക്കറിയാം. അതിൻ്റെ 100-ാം വർഷം ഇവിടെ ആചരിക്കുകയാണ്. ഗാന്ധിജി കേരളത്തിൽ വന്നതിൻ്റെ ആഘോഷങ്ങളും ആചരണങ്ങളും സംസ്ഥാനത്ത് പല തലങ്ങളിലും നടക്കുന്നുണ്ട്. ഒന്നാമത്തെ തവണ ഗാന്ധിജി വന്നത് നമുക്കറിയാം, ഖിലാഫത്ത് മൂവ്മെൻ്റൊക്കെ നടക്കുന്ന കാലത്താണ്. 2-ാം തവണയാണ് ഇവിടെ എത്തുന്നത് 1925 ഇവിടെ വരുന്നത്. ആ സന്ദർശന വേളയിലാണ് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുസ്വാമികളുമായിട്ടുള്ള സമാഗമം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുസ്വാമികൾ സമാഗമിച്ചതിൻ്റെ 100-ാം വാർഷികം വ്യാപകമായി ആചരിക്കപ്പെടുകയാണ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ച്. ആ മഹത്തായ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മകൾ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ മുൻകൈയെടുത്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ 100-ാം വാർഷികം വ്യാപകമായി ആചരിക്കപ്പെടുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ ചരിത്രഗതി തിരുത്തി കുറിച്ചതിൽ സുപ്രധാനമായ നിർണായകമായ പങ്കുവഹിച്ച ശബരി ആശ്രമം, അതിൻ്റെ സ്ഥാപകൻ മാതൃകാപരമായ രീതിയിൽ പൊതുപ്രവർത്തനം നടത്തിയ, ത്യാഗനിർഭരമായി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് നീക്കിയ, ഈ നാടിൻ്റെ മണ്ണിനെ രാഷ്ട്രീയമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനും സാമൂഹ്യമായുള്ള അസമത്വങ്ങൾ പരിഹരിച്ച് സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്ത, അതിന് ധീരമായ നേതൃത്വം കൊടുത്ത, അകാലത്തിൽ ഈ ലോകത്തോട് വേർപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനം കൂടിയാണ്. നാളെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഏതായാലും ഈ സുപ്രധാനമായ സന്ദർഭം
അവസരോചിതമായി ആചരിക്കുന്നതിനും അതോടനുബന്ധിച്ച് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ ഒന്നിപ്പിക്കുന്നതിനും കേരളത്തിൽ ഗാന്ധി സന്ദർശിച്ച അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് ധന്യമായ മണ്ണിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിയൻ പ്രവർത്തകരുടെ ഒത്തുചേരലിന് വഴിയൊരുക്കുന്നതുമായ ഈ സമ്മേളനം സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി. കാരണം നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനെതിരായി നടന്നിട്ടുള്ള മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആ പ്രസ്ഥാനങ്ങളും ആ മുന്നേറ്റങ്ങളുമൊക്കെ പുതിയ തലമുറ വേണ്ടത്ര അവരുടെ മനസ്സിൽ കാണുന്നില്ല, അവരുടെ മനസ്സിലേക്ക് കടന്നു ചെന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായ ഒരു സ്വാതന്ത്ര്യ സമരം ലോകത്തെവിടെയെങ്കിലുമുണ്ടോ? ഒരിക്കലുമില്ല. ആയുധമെടുക്കാതെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാനവികതയുടെയും അഹിംസയുടെയും മഹത്തായ സന്ദേശം ഉയർത്തിക്കൊണ്ട് സർവ മത ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിന് കീഴിൽ ഐതിഹാസികമായി നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായി മറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനാവില്ല. പക്ഷേ അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം പുതിയ തലമുറ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വളരെയേറെ ശരിയായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് തന്നെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ, വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടക്കുന്നു. സ്വാതന്ത്ര്യ സമര നായകരെ തന്നെ അവരുടെ യഥാർത്ഥ സംഭാവനകൾ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അയവിറക്കാനും അനുസ്മരിക്കാനും ചർച്ച ചെയ്യാനും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുമുള്ള ശ്രമങ്ങൾ വേണ്ടത്ര നടക്കുന്നില്ല. തന്നെയുമല്ല, അവരെയൊക്കെ തമസ്കരിച്ചുകൊണ്ട്, എന്തിനേറെ മഹാത്മാഗാന്ധിയെപ്പോലും തമസ്കരിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമര നായകരെ തമസ്കരിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധമില്ലാത്തവരെ മഹത്വവൽക്കരിക്കാൻ സംഘടിതമായ ശ്രമം നടന്നു വരുന്ന ഒരു കാലമാണിത്. ഗാന്ധിയൻ മൂല്യങ്ങൾ തെല്ലും അതിനൊന്നും വിലമതിക്കാതെ ഗാന്ധിജി എന്തു പറഞ്ഞുവോ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനവരതം പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്തു പറഞ്ഞുവോ, ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും KP കറുപ്പനും ചാവറയച്ചനും വക്കം മൗലവിയും അതുപോലുള്ള സാമൂഹ്യ നവോത്ഥാന തലങ്ങളിൽ പ്രവർത്തിച്ചവർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ശരിയായ രീതിയിൽ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാതെ നമ്മുടെ നവോത്ഥാന മുന്നേറ്റത്തെക്കുറിച്ച്, സാമൂഹ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അതിൽ ത്യാഗനിർഭരമായി പ്രവർത്തിച്ചവരെക്കുറിച്ച് ചിന്തിക്കാനോ ഓർക്കാനോ തയ്യാറാകാതെ, ഓർമ്മിപ്പിക്കാനോ തയ്യാറാകാതെ ആ തലത്തിലുള്ളവരെക്കുറിച്ചും തെറ്റായ രീതിയിലുള്ള പ്രചാരവേലകൾ, തെറ്റിദ്ധാരണകൾ പരത്താൻ, ചരിത്രത്തെ തിരുത്തി എഴുതാൻ, തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരുത്തി എഴുതാൻ സ്ഥാപിത താൽപ്പര്യക്കാർ സംഘടിതമായി ശ്രമിച്ചു വരുന്ന ഒരു കാലമാണിത്. നമുക്കറിയാം, RSSനോ ഹിന്ദു മഹാസഭയ്ക്കോ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കണികയുടെ ബന്ധം പോലുമില്ല എന്നുള്ളത് ചരിത്രമാണ്. ചരിത്രത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ
യാതൊരു പങ്കുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ ഇന്ത്യൻ ജനത ഗാന്ധിജിയുടെ ചൈതന്യധന്യമായ കർമ്മനിരതമായ ആ പ്രവർത്തനത്തിൻ്റെ ആ നേതൃത്വത്തിന് കീഴിൽ താത്വികമായി ആദർശപരമായി മാനവികതയോടുകൂടി മനുഷ്യനെ മുന്നിൽ കണ്ട് നാടിനെ മുന്നിൽ കണ്ട് നാടിനെയും നാട്ടിലെ ജനങ്ങളെയും അവരുടെ ക്ഷേമം ഉയർത്തിപ്പിടിക്കാൻ നടത്തിയ ആ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യം നേടുക, അതോടൊപ്പം തന്നെ രാജ്യത്തെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക, ഈ കർമ്മനിരതമായ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയ ആ പശ്ചാത്തലം അതൊക്കെ തമസ്കരിക്കപ്പെടുന്ന ഒരു കാലത്തുകൂടിയാണ് നാം കടന്നു പോകുന്നത്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും അതുപോലുള്ള മഹാത്മാക്കളും വളരെ കൃത്യമായി അവരുടെ പ്രവർത്തന കാലത്ത് തന്നെ കണ്ടറിഞ്ഞതാണ്, കൃത്യമായി വിലയിരുത്തിയതാണ് മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും സമൂഹത്തിന് ചെയ്യുന്ന ദോഷങ്ങൾ. മദ്യമുണ്ടാക്കരുത്, അത് കുടിക്കരുത്, അത് വാങ്ങരുത്, അത് വിൽക്കരുത് എന്ന കൃത്യമായ സന്ദേശം അതൊരു ആദർശപരമായ സമീപനം മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ജനത പട്ടിണി പാവങ്ങൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലും ലഹരിയുടെ അടിമകളായി കുടുംബസമാധാനം തകർക്കുന്ന, നാട്ടിലെ സമാധാന ജീവിതം ഇല്ലാതാക്കുന്ന ആ ഒരവസ്ഥ തിരിച്ചറിഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കാലത്തെ 18 നിർമ്മാണ പദ്ധതികളിൽ മദ്യവർജനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് മദ്യം, മറുഭാഗത്ത് മയക്കുമരുന്ന് എല്ലാം ചേർന്ന് മാനവരാശിക്ക് നേരെ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു കാലത്താണ് നാം നിൽക്കുന്നത്. ഈ കാലത്ത് പോലും യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ വെല്ലുവിളിയെ നേരിടാൻ നമ്മുടെ ഭരണാധികാരികൾക്കോ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നാം വിശ്വസിക്കുന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ലഹരിക്കെതിരെ സമരം ചെയ്യുന്നവർ മദ്യം എന്നൊരു വാക്ക് എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മദ്യം എന്നൊരു വാക്കേ പറയുന്നില്ല. യഥാർത്ഥത്തിൽ മദ്യലഹരിയിൽപ്പെട്ട് നാടിനെ ദുരന്തത്തിലേക്ക് നയിച്ച പശ്ചാത്തലത്തിൻ്റെ തുടർച്ചയാണ് മയക്കുമരുന്ന്, കഞ്ചാവ്, രാസലഹരി തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾ എന്ന കാര്യം ആർക്കാണ് മനസ്സിലാകാത്തത്? അപ്പോൾ ഈ രീതിയിൽ ഗാന്ധിജി ജീവിച്ച മണ്ണിൽ, ശ്രീനാരായണ ഗുരുസ്വാമികൾ ജീവിച്ച മണ്ണിൽ, നവോത്ഥാന നായകർ നാടിനെ മുന്നോട്ട് നയിച്ച ഈ മണ്ണിൽ സത്യസന്ധമായി പ്രശ്നങ്ങളെ വിലയിരുത്താതെ തങ്ങളുടെ തെറ്റായ നയങ്ങളുടെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ജനതാൽപര്യങ്ങൾ മാനിക്കാൻ ബാധ്യസ്ഥരായ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുകൂടി കാണുന്നു എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി, ദീർഘമായൊരു കത്താണ്. കേരളത്തിലെ 6ഓളം പത്രങ്ങളിൽ അതിൻ്റെ ഏതാണ്ട് മുഴുവൻ തന്നെ വന്നിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ മദ്യം തുടങ്ങിയ സാമൂഹ്യ വിപത്ത് ഏറ്റവും വിപൽക്കരമായി പ്രചരിക്കുന്നു. കേരളത്തിൽ ഞാൻ തുറന്നു പറയുകയാണ്, കേരളത്തിൽ 2016 കേവലം 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 1000-ലധികം ബാറുകൾ നിലവിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ അനുവദിക്കപ്പെടുന്ന ബാറുകളുടെ എണ്ണം എക്സൈസ് വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ കാണാറില്ല, കൊടുക്കാറില്ല. എല്ലാം രഹസ്യമായിട്ടാണ് നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ
സമാധാനപരമായി ഭംഗിയായി നടക്കുന്ന മനുഷ്യരുടെ കർമ്മശേഷി, ബുദ്ധിശക്തി ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കേണ്ട IT മേഖലയിൽ മദ്യവ്യാപനം അനിവാര്യമാണ് എന്ന ഒരു വിലയിരുത്തൽ നടത്തി, തെറ്റായ വിലയിരുത്തൽ നടത്തി അവിടേക്കും മദ്യം വ്യാപിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ സാമാന്യ ബുദ്ധിയിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് IT മേഖലയിൽ മദ്യവ്യാപനം നടത്തി അവരുടെ കർമ്മശേഷി നിലനിർത്താൻ സാധിക്കുക? ശരിക്കു പറഞ്ഞാൽ കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെയാണ് രാസലഹരി, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതെല്ലാം വ്യാപകമായി വന്നിരിക്കുന്നു. ഇതെങ്ങനെ വന്നു? ശരിയായൊരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ, ഭരണകൂടം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങൾക്ക് ആപൽക്കരമായിട്ടുള്ള തലങ്ങളിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തടയാൻ ബാധ്യസ്ഥരാണ്. മദ്യം ഒരു സാമൂഹ്യ വിപത്താണ്. അതിൻ്റെ ഉപയോഗവും ലഭ്യതയും കുറച്ചുകൊണ്ട് വരിക എന്നതാണ് തങ്ങളുടെ നയം എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രീയ സംവിധാനമാണ് ഭരണ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മദ്യം പോലെ തന്നെ മയക്കുമരുന്നും സമൂഹത്തിന് വിപൽക്കരമായി മാറിയിരിക്കുന്നു. അതിനെയും കർശനമായി തടയും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമൂഹമാണ്, അതിൻ്റെ വക്താക്കളാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും ചെയ്യാതെ, പറഞ്ഞതൊന്നും ചെയ്യാതെ കേരളത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു ഹബ്ബാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ സർക്കാർ തന്നെയാണ് ഏറ്റവും വലിയ മദ്യമാഫിയ എന്ന് സത്യസന്ധമായി നമുക്ക് പറയാൻ സാധിക്കും. ഞാനീ പറയുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്. എനിക്ക് ഏത് രാഷ്ട്രീയമായാലും എൻ്റെ കക്ഷി അധികാരത്തിലുള്ളപ്പോഴും ഈ നിലപാടുമായി തന്നെ മുന്നോട്ട് പോയ എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നമുക്കറിയാം, പഞ്ചായത്തുകൾക്ക് മദ്യനിരോധനത്തിന്, നഗരസഭകൾക്ക് മദ്യനിരോധനത്തിനുണ്ടായിരുന്ന അധികാരം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം പിൻവലിച്ചു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മദ്യശാല തുടങ്ങണമെങ്കിൽ അതാത് പഞ്ചായത്തുകളുടെ അംഗീകാരം വേണം, നഗരസഭകളുടെ അംഗീകാരം വേണം. വേണമോ വേണ്ടയോ തീരുമാനിക്കാനുള്ള അധികാരം അവർക്ക്. അതെല്ലാം എടുത്തു കളഞ്ഞിട്ടാണ് ഇന്ന് നാടിനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, സത്യസന്ധമായി പ്രശ്നങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സ്വഭാവം കേരളത്തിലെ സാംസ്കാരിക സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലഹരിക്ക് എതിരാണ്. സർക്കാർ ലഹരി, ഇതെല്ലാം ചെയ്യുന്ന സർക്കാർ തന്നെ ലഹരിക്ക് എതിരാണ്. ഇതിലെല്ലാം എതിര് പറയുന്ന മാധ്യമ സുഹൃത്തുക്കൾ അവരും ലഹരി എന്ന് ശക്തമായി പറയുന്നുണ്ട്. പക്ഷേ മദ്യം എന്നൊരു വാക്ക് ഒരിക്കലും പറയുന്നില്ല. ഞാനിത് അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റുമ്പോൾ സത്യസന്ധമായി നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ വിലയിരുത്താൻ ഗാന്ധിയൻ സമൂഹത്തിന് സാധിക്കേണ്ടിയിരിക്കുന്നു. ഗാന്ധിയൻ സമൂഹം മുന്നോട്ട് വന്നേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗാന്ധിജിയുടെ നേതൃത്വമാണ് നമ്മുടെ രാജ്യത്തെ സാമൂഹ്യ നവോത്ഥാനത്തിലേക്കും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്കും നയിച്ചത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് ഒരു നിവേദക സംഘമായി ഏറെക്കാലം മുന്നോട്ട് പോയി. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യയിലെ ഗ്രാമങ്ങളെക്കുറിച്ച്, ജനങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി യാത്ര ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ചമ്പാരനിലെ നീലം കർഷകരുടെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തു. അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഗുജറാത്തിലെ ഖേരയിലെ കർഷകരുടെ അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചു. അവർക്ക് ആശ്വാസം പകർന്നു. അഹമ്മദാബാദിലെ തുണിമിൽ മുതലാളിമാർ നടത്തിവരുന്ന സർവ്വവിധ ചൂഷണങ്ങൾക്കുമെതിരായി
ഗാന്ധിജി ശക്തമായി നിലപാട് സ്വീകരിച്ചു. ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിനും സമ്മർദ്ദങ്ങൾക്കും സമാധാനപരമായ സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യൻ ജനതയുടെ എല്ലാവിധ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന രീതിയിൽ കൊണ്ടുവന്ന കിരാത നിയമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. 1919 റൗലറ്റ് ആക്ടിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അതിൽ പ്രതിഷേധിച്ച നേതാക്കളെ അതിക്രൂരമായി അവരോട് സമീപിച്ച ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധിച്ചപ്പോൾ അവരെ കൂട്ടക്കുരുതി നടത്തി. അതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വന്നു. നിസ്സഹകരണ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയി. ഒരു കാലത്തിൽ ഗാന്ധിജിക്ക് നിർബന്ധമുണ്ടായിരുന്നു, അഹിംസയിൽ അടിയുറച്ചുകൊണ്ടാകണം ഏത് മുന്നേറ്റവും ഏത് പ്രസ്ഥാനവും മുന്നോട്ട് പോകേണ്ടത്. ചവരയിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചു. ഉപ്പ് സത്യാഗ്രഹവുമായി മുന്നോട്ട് പോയി. അതിനു മുമ്പ് തന്നെ സാമൂഹ്യ നവോത്ഥാന സന്ദേശമുയർത്തി അയിത്തം, തീണ്ടലും തൊടിയിലും തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. 1923 കാക്കിനഡ കോൺഗ്രസ് നിർണായകമായിരുന്നു. ശ്രീ ടി.കെ. മാധവൻ, ശ്രീ കെ.പി. കേശവമേനോൻ, ശ്രീ കേളപ്പജി തുടങ്ങിയ നേതാക്കൾ ഗാന്ധിജിയുമായി നേരത്തെ മുതൽ സമ്പർക്കത്തിലുണ്ട്. കാക്കിനഡ കോൺഗ്രസ് സാമൂഹ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അയിത്തത്തിനെതിരായി, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾക്ക് നിർദ്ദേശം നൽകി, പ്രമേയം പാസാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈക്കം സത്യാഗ്രഹവുമായി മുന്നോട്ട് പോയത്. ആദരണീയനായ കെ.പി. കേശവമേനോൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, കേളപ്പജി, അങ്ങനെ മഹാന്മാരായ നേതാക്കന്മാർ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ പോലുള്ള മഹൽ വ്യക്തികളെ ഗാന്ധിജി സവർണ ജാഥ നടത്താൻ ഉത്ബോധിപ്പിച്ചു. കാരണം ഗാന്ധിജിയുടെ ഒരു ആഹ്വാനമായിരുന്നു അവശ ജനവിഭാഗങ്ങളെ, പിന്നോക്ക ജനവിഭാഗങ്ങളെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി ശ്രദ്ധിക്കണമെന്ന്. ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ശക്തമായി മുന്നോട്ട് പോയത്. സവർണ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. ആ ആഹ്വാനമാണ് ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരെ തൻ്റെ നിലപാടുകളിൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പ്രേരകമായിട്ടുള്ളത്. അതേ തുടർന്നാണല്ലോ ഇവിടെ നേരത്തെ സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാലക്കാട് സമ്മേളനം, സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പാലക്കാട് സമ്മേളനം, ആ സമ്മേളനത്തെ തുടർന്നുണ്ടായ പന്തിഭോജനം, ആ പന്തിഭോജനത്തെ തുടർന്ന് കൃഷ്ണസ്വാമി അയ്യരെയും കുടുംബത്തെയും സാമൂഹ്യമായ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് പുറന്തള്ളുന്ന സാഹചര്യം, അതിനെതിരെയുള്ള മുന്നേറ്റം, അതിൻ്റെ ഭാഗമായി 1922 ഒക്ടോബർ 2 ശബരി ആശ്രമം സ്ഥാപിക്കാനുള്ള നടപടി, സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും വിദ്യാഭ്യാസ സൗകര്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു നടപടി, അതിന് പൂർണ്ണമായി സഹകരിച്ച നേരത്തെ ഇവിടെ പരാമർശിച്ച പത്മനാഭൻ നായർ, അപ്പു യജമാനൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തെ പോലുള്ളവരുടെ ഏറ്റവും വലിയ മഹാമനസ്കത, 3.25 ഏക്കർ ഭൂമി, തെങ്ങിൻ തോപ്പ് ആശ്രമത്തിന് സംഭാവന നൽകി. പിന്നീട് ആശ്രമം അവിടേക്ക് പ്രവർത്തനം മാറ്റി. തീണ്ടലിനെതിരെ, തൊഴിലിനെതിരെ, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെതിരെ, പൗരാവകാശങ്ങൾക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റമായിരുന്നു അത് എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വൈക്കത്ത് റോഡുകളിൽ, പരിസരത്തുള്ള റോഡുകളിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടി, അതിനെതിരെ നടത്തിയ സമരം ഒരു മഹാസംഭവമായി മാറി. അതിൻ്റെ ഭാഗമായിട്ടാണ്, അത് വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി 1925 കേരളത്തിലെത്തിയത്. ആ സന്ദർഭത്തിലാണ് മഹാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമികളുമായി അദ്ദേഹം സമാഗമം നടത്തിയത്. അതൊരു ചരിത്ര സംഭവമായിരുന്നു. ഇരു കൂട്ടർക്കും വളരെയേറെ
ഉണർവുണ്ടാക്കിയ ഇരു കൂട്ടരിലെയും ആ പരസ്പര ധാരണ കൂടുതൽ പരസ്പരം ചൈതന്യം പകർന്ന ഒരു കൂട്ടായ്മയായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമുക്കത് ഓർക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം, കേളപ്പജിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം, ആ ഗുരുവായൂർ സത്യാഗ്രഹം ഒരു രാജ്യത്തെ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലെ മറ്റൊരു ചാലക ശക്തിയാണ് എന്ന് അഭിമാനത്തോടെ പറയാം. ആദരണീയനായ AKG ആയിരുന്നല്ലോ അന്ന് സന്നദ്ധ ഭടന്മാരുടെ ക്യാപ്റ്റൻ. ശ്രീ കൃഷ്ണപിള്ള സജീവമായി പങ്കെടുത്തിരുന്നു. മന്നത്ത് പത്മനാഭനെ പോലുള്ളവർ സജീവമായി പങ്കെടുത്തിരുന്നു. AC രാമനെ പോലുള്ളവർ പങ്കെടുത്തിരുന്നു. കൃഷ്ണസ്വാമി അയ്യർ ആ കാര്യത്തിൽ ഉത്തേജനം പകർന്നിരുന്നു. ഇങ്ങനെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ സത്യാഗ്രഹങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടുകൂടി നടത്തിയ മുന്നേറ്റങ്ങളാണ്. മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മുന്നേറ്റങ്ങളാണ് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയാൻ നമുക്ക് അഭിമാനത്തോടുകൂടി സാധിക്കും. ഈ കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക. ഇത്രയേറെ മുന്നേറ്റം നമ്മുടെ നാടിന് സംഭാവന ചെയ്ത നമ്മുടെ നാടിൻ്റെ നവോത്ഥാന ശില്പികളെ, നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചവരെ നാം ഓർക്കുമ്പോൾ ഇന്ന് നാം ഏതു തരത്തിലാണ് ചലിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഒരു കാലത്ത് അയിത്തത്തിനെതിരെ, അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോയ തലമുറ. പക്ഷേ ഈ തലമുറയുടെ മനസ്സിൽ സാങ്കേതികമായി അയിത്തം നിലനിൽക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ, പലരുടെയും മനസ്സിൽ അയിത്തം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും സങ്കടകരമായൊരു കാര്യം ഞാൻ പറയുന്നു. രാജ്യത്തെ നന്മയിലേക്ക് നയിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഞാൻ ഉൾപ്പെടെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യത്തെ സാമൂഹ്യ മാറ്റത്തെ പ്രതിബദ്ധതയോടെ നോക്കിക്കണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നിർഭാഗ്യവശാൽ എവിടേക്ക് പോകുന്നു? തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സന്ദർഭം മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്ത് വർഗീയത വളർത്താൻ, വിഭാഗീയത വളർത്താൻ, ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആ ശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയെ അടിസ്ഥാനമാക്കി ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണകൂടങ്ങൾ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ അന്തരീക്ഷം വളർത്തുന്ന ഒരു സാഹചര്യം. നാം വളരെയേറെ ത്യാഗതൽപരമായി നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായി നിലവിൽ വന്ന പാർലമെൻ്ററി സംവിധാനം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പലരും കരുതിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഇന്ത്യയിലെ നേതാക്കന്മാർ തമ്മിലടിച്ച് പിരിയും എന്നായിരുന്നു അവരുടെ പലരുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ഗാന്ധിജി വധം, ഗാന്ധിജിയെ വർഗീയവാദിയായ RSSകാരനായ ഗോഡ്സെ കൊലപ്പെടുത്തിയ ആ ഞെട്ടലിൽ നിന്നും ഭാരതം മോചിതരായി സ്വതന്ത്ര ഭാരതത്തെ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ കർമ്മപരിപാടികളുമായി മുന്നോട്ട് പോയി. പാർലമെൻ്ററി സിസ്റ്റം സുശക്തമായൊരു ഭരണഘടനയുടെ നേതൃത്വത്തിന് കീഴിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു കാര്യം വളരെ ശരിയാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയ്ക്ക് വന്ന ഭേദഗതികൾ ചർച്ച ചെയ്ത് ആ ചർച്ച സമാഹരിക്കുന്ന അവസരത്തിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതിൻ്റെ മലയാളം അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് കൃത്യമല്ല, ഏതാണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനമാണ്. ഏതൊരു ഭരണഘടനയായാലും ആ ഭരണഘടനയുടെ വിജയം അത് കൈകാര്യം ചെയ്യുന്നവരെ ആശ്രയിച്ചാണ്. നല്ല ഭരണഘടനയാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നത് മോശക്കാരാണെങ്കിൽ അതിൻ്റെ ഫലം നിഷേധാത്മകമായിരിക്കും. മോശം ഭരണഘടനയാണെങ്കിലും
അത് കൈകാര്യം ചെയ്യുന്നത് നല്ലവരാണെങ്കിൽ അതിൻ്റെ ഫലം വന്നിച്ചായിരിക്കും. ഇതെല്ലാം നമ്മുടെ നാട് നേരിട്ട് കണ്ട് അനുഭവിച്ച് വരികയാണ്. നമുക്കറിയാം, ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 52 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് 364 സീറ്റ്, അന്നത്തെ പ്രധാന കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 16 സീറ്റ്. ഒരു അംഗീകൃത പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ട അംഗബലം അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആദരണീയനായ നാമൊക്കെ AKG എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ആദരണീയനായ AKGയെ പ്രതിപക്ഷ നേതൃപദവിയിൽ പരിഗണിച്ച് അംഗീകരിച്ചു, ആദരിച്ചു. സ്വതന്ത്ര ഭാരതത്തിലെ ജനാധിപത്യപരമായ ഗുണപരമായ മുന്നേറ്റം ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചു. ജനങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ കൃത്യമായി നിർമ്മിക്കാൻ സാധിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പാർലമെൻറ്റിലെ നിയമസഭകളിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പാർലമെൻറ്റും നിയമസഭകളും കൃത്യമായി സമ്മേളിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം വളർന്നു വന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ പാർലമെൻറ്റിൽ ആദ്യമായി അംഗമായത് 77-ലാണ്. ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്, മൊറാർജി ദേശായി പ്രധാനമന്ത്രി, YB ചവാൻ പ്രതിപക്ഷ നേതാവ്. ഒന്ന് ആലോചിച്ച് നോക്കണം ആ സമ്മേളനം. പക്ഷേ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ആയിരുന്നിട്ടും ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാലങ്ങളിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. ഒരു ദിവസം പോലും ലോക്സഭ സ്തംഭിച്ചിട്ടില്ല. ഒരു ദിവസം പോലും സ്തംഭിച്ചിട്ടില്ല. നമുക്കറിയാം, കേരളത്തിൽ വളരെ പ്രക്ഷുബ്ധമായ വിമോചന സമരമുണ്ടായി. രാഷ്ട്രീയ തലത്തിൽ ചലനങ്ങളുണ്ടാക്കി, കോളിളക്കമുണ്ടാക്കിയ വിമോചന സമരമുണ്ടായി. പക്ഷെ ആ വിമോചന സമരകാലത്ത് ആദരണീയനായ EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, ശ്രീ PT ചാക്കോ പ്രതിപക്ഷ നേതാവ്, ഒരു ദിവസം പോലും സഭ സ്തംഭിച്ചിട്ടില്ല. മറിച്ച് കൃത്യമായി നടന്നിരുന്നു. ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ശക്തമായി അവതരിപ്പിച്ചു. അതിനുള്ള മറുപടി ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നൽകുന്ന രീതിയിലായിരുന്നു. പിന്നീട് പട്ടംതാണപിള്ളയുടെയും R ശങ്കർ സാറിൻ്റെയും ഗവൺമെൻറ്റുകൾ വന്നപ്പോഴൊന്നും ഒരു ദിവസം പോലും സഭ സ്തംഭിച്ചിട്ടില്ല. 67 ശേഷം സഭ സ്തംഭിക്കുന്നത് പതിവായി മാറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ നടപടികളിലും 1996 വരെ സാമാന്യം തൃപ്തികരമായി പോയിരുന്നു. പക്ഷെ അതിനുശേഷം പാർലമെൻറ്റ് സ്തംഭിക്കുന്നത് ചോദ്യോത്തരവേള പോലും കൃത്യമായി ഫലപ്രദമായി നടക്കാത്ത ഒരു സ്ഥിതിവിശേഷം. എന്തിനേറെ, പ്രധാനമന്ത്രിയുടെ തെറ്റായ നടപടികളെ വിമർശിച്ചതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള, പ്രതിപക്ഷത്തെ പ്രധാന അംഗമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. സുപ്രധാനമായ CRPC ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ പാർലമെൻറ്റിലെ 146 MPമാർ സസ്പെൻഷനിലായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ശരിയായ ഒരു മാർഗമല്ല. നാം വളരെയേറെ വ്യതിചലിച്ചു പോകുന്നു. വളരെയേറെ വ്യതിയാനം നമ്മുടെ ഭരണ സംവിധാനത്തിനുണ്ടാകുന്നു, രാഷ്ട്രീയ സംവിധാനത്തിനുണ്ടാകുന്നു, കാഴ്ചപ്പാടിനുണ്ടാകുന്നു. അതിനെതിരെ സത്യത്തിൻ്റെ പാതയിൽ, സമാധാനത്തിൻ്റെ പാതയിൽ, അഹിംസയിൽ നിന്നുകൊണ്ട് തെറ്റുകളെ തെറ്റാണ് എന്ന് തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു നിര രാജ്യത്ത് ഉയർന്നു വരണം. അതാര് ചെയ്താലും, പ്രതിപക്ഷം തെറ്റ് ചെയ്താലും, ഭരണകക്ഷി തെറ്റ് ചെയ്താലും, രാജ്യത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന തീരുമാനങ്ങളെടുക്കാൻ പര്യാപ്തമായ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നാകട്ടെ, അതിനെതിരെ പ്രവർത്തിക്കുന്ന, അതിനോട് വിയോജിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന രംഗത്താകട്ടെ, എവിടെ തെറ്റുകളുണ്ടായാലും അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിര ഇവിടെ ഉയർന്നു വന്നേ മതിയാകൂ. നിർഭാഗ്യവശാൽ ഞാൻ തുറന്നു പറയുന്നു, പ്രബുദ്ധമായ കേരളത്തിൽ പോലും ആ തരത്തിലുള്ള ഒരു സംവിധാനം നിലവിലില്ല. ഒരു സുകുമാർ അഴീക്കോട് സാറുണ്ടായിരുന്നു, ഒരു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, അതുപോലെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ തിരോധാനത്തിന് ശേഷം ജനങ്ങൾ തെറ്റുകൾക്കെതിരെ
തെറ്റായ നടപടികൾക്കെതിരെ, അനീതിക്കെതിരെ വേണ്ട രീതിയിൽ പ്രതികരിക്കാതെ നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് ഗാന്ധിയൻ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ തലമുറകളിലേക്ക് പകർന്നു നൽകി മാനവികതയുടെ മഹത്തായ സന്ദേശം വളർത്തി സത്യമാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിച്ച, അഹിംസയാണ് എൻ്റെ മാർഗം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയ ഗാന്ധിജിയുടെ പാതയിൽ സമൂഹത്തെ ചലിപ്പിക്കാൻ, തെല്ലെങ്കിലും ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ശക്തിപ്പെട്ട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിൽ നിർണായകമായ തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശബരി ആശ്രമം, കൃഷ്ണസ്വാമി അയ്യരുടെ, അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, അദ്ദേഹം സമരം ചെയ്ത്, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് കോഴിക്കോട്ട് വെച്ച് കിരാതനായ അന്നത്തെ പോലീസ് ഓഫീസർ ആമു സാഹിബിൻ്റെ ചവിട്ടേറ്റാണ് അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റതും പിന്നീട് ജീവിതം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതും അകാലത്തിൽ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നതും. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ ഗുരുവായ ഗാന്ധിജിയുടെ ഓരോ വചനങ്ങളും അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി തന്നാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ച അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഈശ്വരിയമ്മാൾ, അദ്ദേഹം വളർത്തി വലുതാക്കിയ മഹത്തായൊരു പ്രസ്ഥാനം ശബരി ആശ്രമം, ഇതെല്ലാം നൽകുന്ന സന്ദേശം കൂടുതൽ സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ, നേരിൻ്റെ മാർഗത്തിലേക്ക് നയിക്കാൻ, മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ, സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ, തെറ്റുകളും അനീതികളും കാണുമ്പോൾ അതിനോട് വിയോജിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും സാധിക്കുന്ന, ക്രിയാത്മകമായി ചോദ്യം ചെയ്യാനും സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കാൻ, ഹിംസയുടെ മാർഗം കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, ഹിംസ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽപ്പെട്ട് മക്കൾ സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നു, സഹോദരങ്ങളെ കൊലപ്പെടുത്തുന്നു, സുഹൃത്തുക്കൾ പരസ്പരം കൊലപ്പെടുത്തുന്നു. എവിടേക്കാണ് പോകുന്നത്? ഓരോ ദിവസവും വരുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, വാർത്താമാധ്യമങ്ങളിൽ വരുന്ന, പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മെ ആശങ്കാകുലരാക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ അഹിംസയൊക്കെ തികച്ചും അപ്രസക്തമായി പോകുന്ന ഒരു തലത്തിലേക്ക് അക്രമി സംഘം, കുറ്റവാളികൾ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ഒരു നല്ല ശക്തിയായി, ഒരു ഊർജ്ജ സ്രോതസ്സായി പ്രവർത്തിക്കാൻ ഗാന്ധിയൻ മൂവ്മെൻറ്റിന് സാധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു സങ്കടം ഞാൻ പറയട്ടെ, ഗാന്ധിയൻ മൂവ്മെൻറ്റിന് കൃത്യമായി നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന ഗാന്ധി സ്മാരക നിധിയെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ ആ ദൗത്യം അറിയിക്കുന്ന തലത്തിലേക്ക് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ സമ്മേളിക്കുന്ന ഗാന്ധിയൻ ചിന്തയാൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന മഹത്തുക്കൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിന് ഞാൻ വടക്കഞ്ചേരി, ഞാൻ അദ്ദേഹത്തെ അഭിമാനം കൊള്ളുന്ന ആളാണ്. വടക്കഞ്ചേരി ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഞാൻ അദ്ദേഹത്തെ ജയിലിൽ ചെന്ന് കണ്ടിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഗാന്ധിയൻ സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൻ്റെ പരിണിത ഫലമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ജയിലിലും അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്നു. ഞാൻ കാണുന്ന എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അന്നും അദ്ദേഹം ഒരു വേണ്ട ഒന്നും കഴിക്കാതെ പുഞ്ചിരിയോടുകൂടി എന്ന ആ തരത്തിലുള്ള വ്യക്തിത്വങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ഈ തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു നല്ല സംവിധാനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റുള്ള വിഭാഗീയതകൾക്കതീതമായി, തികച്ചും നിഷ്പക്ഷമായി, സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും തെറ്റുകളെ തെറ്റായി ചൂണ്ടിക്കാണിക്കാനും
അനീതിയെ അനീതിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താൻ ആരോടും ആവശ്യപ്പെടാൻ കെൽപ്പുള്ള ഒരു നല്ല പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരട്ടെ. ഈ വേദി അതിനുള്ളൊരു തെല്ലെങ്കിലും ഊർജം പകരാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി മാറുമെങ്കിൽ തീർച്ചയായും ഞാൻ വളരെയേറെ കൃതാർത്ഥനായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും ഒരു അടുപ്പമുള്ള സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. അത്ര ബന്ധമില്ലാതിരുന്ന പലരെയും ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു സന്തോഷമാണ്. ആ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മതത്തോടുകൂടി അറിവോടുകൂടി ഈ യജ്ഞം, ഈ കൂട്ടായ്മ ഔപചാരികമായി തുടങ്ങി വെച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.